ശ്രീ രാജനമന്ത്രം കേരളത്തിൽ പുതിയ ഗവർണറിന്റെ ചുമതലയെത്തിയാണ്. പഴയ ഗവർണറെ പോലെ പിണറായി വിജയൻ പേടിക്കണോ ഈ പുതിയ ഗവർണറിനെ? ആ പേടിക്കുമോന്ന് ചോദിച്ചാൽ പഴയ ഗവർണർ പോയതിന്റെ ഒരു സന്തോഷവും ആഘോഷവും അതിന്റെ ഒരു ജുബിലേഷനും എല്ലാം കൂടാണ് പുതിയ ഗവർണറെ സ്വീകരിക്കാൻ അവർ കാണിച്ചത്. മന്ത്രിപ്പട എല്ലാം കൂടി വിമാനത്താവളത്തിൽ ചെന്ന് ഗവർണർ തന്നെ പേടിച്ചു പോയി. ആനയും അമ്പാരി ഇല്ലെന്നേ ഉള്ളൂ. സ്പീക്കർ, ഗവർണർ, പിന്നെ അവരുടെ പാർലമെന്റേറിയലിലെ ഏറ്റവും മിടുക്കനായ MP A റഹീം എന്നിവരെല്ലാം ചേർന്നുകൊണ്ടാണ് സ്വീകരിക്കാൻ പോയത്. വലിയ ചമയങ്ങളോട് കൂടി അവരുടെ ഒരു സഖാവ് വരുന്ന ലാഘവത്തോടെ. അദ്ദേഹം RSSന്റെ അതുപോലെ സംഘപരിവാറിന്റെ ഉന്നതനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള നേതാവാണ്. പക്ഷെ അവർക്കുള്ളൊരു അഭിമാനം എന്ന് പറയുന്നത് അദ്ദേഹം വഴക്കിനും വയ്യാവലിക്കും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്ന് പറഞ്ഞു. സഹായിക്കാൻ വേണ്ടി വരുമ്പോഴും ഈ പാർട്ടി സഖാക്കളെ സഹായിക്കാനുള്ള നടപടികൾക്കൊന്നും ഗവർണറുടെ ഒരു പിന്തുണ ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനമായിരിക്കും അദ്ദേഹം കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അദ്ദേഹം കറതീർന്ന സംഘപരിവാറാണ്. അസത്യത്തിനും അഴിമതിക്കുമൊന്നും അദ്ദേഹം കൂട്ടുനിൽക്കുകയില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്തൊരു ഔചിത്യം കാണിച്ചെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഉണ്ടായിരുന്ന ഗവർണറുമായിട്ട് എപ്പോഴും വഴക്കും വയ്യാവലിയുമായിട്ട് പലപ്പോഴും സുപ്രീം കോടതിയിലൊക്കെ കേസ് പോവുകയും ഭരണത്തിലൊരു സ്തംഭനം അത് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തെ ബീഹാറിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ബീഹാറിലേക്ക് നമ്മുടെ ഗവർണറെ അയക്കുകയും ചെയ്തു, പഴയ ഗവർണർ. അവിടെ കുഴപ്പമില്ല, നികേഷ് കുമാറുമായിട്ട് യോജിച്ചു പോകാൻ അദ്ദേഹത്തിന് കഴിയും. പഴയ പരിചയക്കാരനും ഒരുമിച്ച് പ്രവർത്തിച്ച ആളും ഒക്കെയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് യോജിച്ചു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് ഇപ്പോൾ നികേഷ് കുമാർ എന്നതുകൊണ്ട് അവിടെ സ്മൂത്തായിട്ട് ഭരണം പോവുകയും ചെയ്യും. അപ്പോൾ ഭരണം സ്മൂത്ത് ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ ഈ സംസ്ഥാന ഗവൺമെന്റിനെ എതിരായിട്ടുള്ള ഒരു നീക്കമൊന്നും അല്ല ഗവർണർ നിയമനത്തിൽ നടത്തിയത്. ദൗർഭാഗ്യവശാൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആ ഗവർണറുമായിട്ട് യോജിച്ചു പോകാൻ പിണറായി വിജയന്റെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അവർക്ക് ഈ സമൂഹങ്ങളെ, മതങ്ങളെയോ സമുദായങ്ങളെയോ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ വൻ പരാജയം. അപ്പൊ ആ ഗവർണറുമായിട്ട് യോജിച്ചു പോകാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിനെ പണ്ട് കണ്ട് ബ്രീഫിംഗ് നടത്തുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്ത്. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹവും വളരെ കർശനമായ നിലപാടെടുത്തു. മറ്റൊരു കാര്യം, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് പോയപ്പോൾ യാത്രയെപ്പോലും നൽകിയിട്ടില്ല സർക്കാർ. യാത്രയയപ്പ് നൽകാതെ അതാ പറഞ്ഞ അനാർഭാടമായിട്ട് യാതൊരു അകമ്പടിയും ഇല്ലാതെ ദുഃഖാചരണത്തിന്റെ മറവിൽ അദ്ദേഹത്തിനെ പലതും പിന്നെ യാത്രയയപ്പ് നൽകിയില്ലെന്ന് പറയാം. SFIക്കാർ യാത്രയയപ്പ് നടത്തി. അവർ ടാറ്റ കാണിച്ചുകൊണ്ട് അവരുടെ സന്തോഷ പ്രകടനമായിരുന്നു. ഇപ്പൊ ഗവർണർ നിങ്ങളെ കേട്ടാ തോന്നി ഇപ്പൊ CPMന്റെ മിടുക്കുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പോകുന്നു, ഒരു പേടിയില്ലാതെ. അദ്ദേഹം ഒരു മാറ്റവും ആവശ്യപ്പെട്ടില്ല, ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം പേടിച്ചൊന്നും അല്ല പോയത്. നല്ല തല ഉയർത്തി തന്നെ അന്തസ്സായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. കേരളീയർക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചിട്ടുമുണ്ട്. ഇപ്പൊ കേരളം CPM ആണെന്ന് കരുതുന്ന കൂപകൊണ്ടുപോകങ്ങൾക്ക് അദ്ദേഹത്തിനെ ഞങ്ങൾ ഓടിച്ച് എന്ന് പറയാം. ഈ നാട്ടിലേക്കറുമായിട്ട് ഇവരുടെ ഈ സനാതന ധർമ്മത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു പോക്ക് ഒന്നും അദ്ദേഹവുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. ശിവഗിരി കുന്നിൽ പോയി പ്രസംഗിക്കാൻ കിട്ടിയ അവസരത്തിൽ അനാവശ്യമായിട്ട് അവിടെ സനാതന ധർമ്മത്തെ വലിച്ചെടുക്കുകയും സനാതന ധർമ്മത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഒരു സമ്മേളനം അതിന്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു പുണ്യഭൂമിയിൽ നടത്തുന്ന സമ്മേളനം കുളമാക്കുകയും രാഷ്ട്രീയ വിവാദങ്ങൾക്കുള്ള വേദിയാക്കുകയും ചെയ്തു പിണറായി. അത്ര ഒരു ഔചിത്യമില്ലാത്ത പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും ഈ ഗവർണറുടെ അടുത്തും യുക്തമായിട്ടുള്ള മറുപടി തന്നെ ഉണ്ടാവും. കാരണം അവരുടെ നയപരമായിട്ടുള്ള അതുപോലെ തന്നെ അവരെ ഉൾക്കൊള്ളുന്ന ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോയി കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഉൾക്കൊള്ളുന്ന ആദർശപരമായിട്ടുള്ള നിലപാടുകളിലേക്ക്, നയവ്യതിയാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും എതിർപ്പ് നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. യോജിച്ചു പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ വിയോജിപ്പ് മുഖ്യമന്ത്രിയുടെ സംസ്ഥാന തലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്യും.